ഇതാണ് നമ്മുടെ നാട്ടിലെ ഋഷിശൃംഗൻ. പണ്ട് ഐസക് ന്യൂട്ടൻ ആപ്പിൾ മരത്തിന്റെ കീഴിൽ നിന്ന് ആപ്പിൾ വീണ പോലെ ഒരാള് ബോധോദയം ഉണ്ടാകുന്നുണ്ട്, തെങ്ങിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. ഇത് താഴത്തെ കാര്യങ്ങളെല്ലാം ഫുൾ നിയന്ത്രണം നമ്മുടെ സാജിർ മാസ്റ്റർ ഇവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുകയാണ് സുഹൃത്തുക്കളെ. പാറക്കല്ലുകളൊക്കെ കിടക്കുന്നത് അത് ഇതിൻ്റെ ബണ്ട് കെട്ടിയതിൻ്റെതായിരിക്കും. രാജുവേട്ടാ, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂടെ ചാടുന്ന നല്ല സാധനം ഉണ്ടോ? ക്യാമറയൊക്കെ എല്ലാം അവിടെ നിന്ന് ചുവന്നുകൊണ്ട് വരണം. ഇതാ കണ്ടോ എൻ്റെ ചാട്ടം. ഇവിടെ രാജുവേട്ടൻ്റെ കഴുത്തി കിടക്കുന്ന ഒരു കായ ഉരുവാണ് ഇത്. അട്രാക്ടിങ്. അതെ, മാലയാണ്. ഞാൻ നമുക്ക് നശീകരിക്കാം. ശുക്രുണ്ടേ നമ്മളെ കരിമ്പ് ജ്യൂസ് വരുന്ന വഴിക്ക് നമ്മള് ഇവിടെ വളരെ തളർന്ന് ടയേർഡായിട്ട് നമ്മളപ്പോ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കുവാണേ. ആദ്യ മനോഹരമായ ആക്രമണം ചെയ്തു ആളുകൾ വന്നിരിക്കുന്നു. ഒരു ചെങ്ങ ആക്രമണം ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് രണ്ടാമത്തെ ദിവസം. ഇന്നാണ് ആദ്യമായിട്ട് ലൊക്കേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, ഇടിച്ചൂത്തി മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 5:30 മണിയായി. നമുക്ക് രാവിലെ വണ്ടി വരുമെന്ന് പറഞ്ഞു. നമ്മൾ കൂടെയുള്ള ചേട്ടനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും താഴോട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടാ, എനിക്ക് മുൻപേ പെട്ടെന്ന് വിളിച്ചൊന്നുമില്ലല്ലേ. നേരം വെളുത്തു. 5:30 മണി ആയതേ ഉള്ളൂ. രാവിലെ 5:30 വണ്ടി വരുമെന്ന് പറയുന്നത് നമ്മൾ റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. ചേട്ടാ അതിരിക്കൊണ്ട് പക്ഷേ 5:30 കഴിഞ്ഞു, വണ്ടി വന്നില്ല. ബാക്കിയുള്ളവരൊക്കെ റെഡി ആവുന്നുണ്ട്. മാസ്റ്ററും നമ്മുടെ സാജിർ മാസ്റ്ററും എല്ലാവരും മുകളിലുണ്ട്. അവരൊക്കെ റെഡിയായി. ഇപ്പം ചിലപ്പോൾ വണ്ടി വരാത്തതുകൊണ്ടായിരിക്കും. ಕಾರಲ್ಲಿ ಗ್ರೇ ಇನ್ನೋವಾ ಕಾರಲ್ಲಿ ಹಿಂದ್ಗಡೆ ಸೀಟ್ ನಾನು ಕೂತ್ಕೊಳ್ತೀನಿ, ಅಲ್ಲೊಂದಿದೆ. സാജിർ മാസ്റ്ററും നമ്മുടെ ബിബിൻ ചേട്ടൻ മേലിൽ നിന്ന് എന്താ നോക്കണേ. താഴത്തെ കാര്യങ്ങളെല്ലാം ഫുൾ നിയന്ത്രണം നമ്മുടെ സാജിർ മാസ്റ്റർ ഇവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമുക്ക് സീനില്ല കേട്ടോ. രാവിലെ തുടക്കത്തിൽ കുറച്ച് സീനുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ഓട്ടോ ചാട്ടമാണ്.
നമുക്ക് ഈ തോട്ടത്തിൽ ഷൂട്ട് കഴിഞ്ഞ കേട്ടോ. ഇനി മുകളിലോട്ടാണ് എല്ലാവരും പോയി. ഇനി ഞാനും മുകളിലോട്ട് പോകണം കേട്ടോ. ഓക്കേ, ഇനി നമുക്ക് ഈ തോട്ടത്തിലല്ല, നമുക്കവിടെ നിന്ന് പറയാം പാക്കിൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ടോ. ഇവിടെ ഇവർക്ക് ഇഷ്ടംപോലെ പാക്കിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. പാക്കെന്ന് പറഞ്ഞാൽ അടയ്ക്ക അതിൻ്റെ ഇതായി കിടക്കുന്നത്. ഓ അമ്മേ, സംഭവം രണ്ടുപേര് നല്ല രീതിക്ക് ഓടി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല ഓട്ടം. അതാ ഈ പെരടം വഴി ഫുള്ള് കവുന്നോട്ടം വഴി. എന്താ ക്യാമറ അവിടെ കിടക്കണേ ഉള്ളു. മണ്ണ് തേച്ച് വെച്ചേക്കാം. ഒറ്റയടി അടിച്ച് പറക്കും. ഇതാ നിങ്ങൾ ഇങ്ങനെ പോണം. ക്യാമറയൊക്കെ എല്ലാം അവിടെ നിന്ന് ചുവന്നുകൊണ്ട് വരണം. അതാ ഇവിടെ കൊണ്ട് വെച്ചോണ്ടിരിക്കുക. അതേപോലെ എല്ലാ പ്രോപ്പർട്ടി ഈ പോണ വഴിക്ക് അങ്ങ് പോകണം. നടന്ന് 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 ഓടി ഓടി പോകണം. ഫുള്ളൊരു വനപ്രതീതി അല്ലേ ഇതെല്ലാം. അവിടെ ആ കവുങ്ങിൻ്റെ ഇത് കിടന്നുണ്ടോ? കവുങ്ങിൻ്റെ അല്ല, അടക്കേര അടക്ക പൊളിച്ചതിൻ്റെ അല്ല, അടക്ക പൊളിച്ചതിൻ്റെ വേസ്റ്റ് കിടന്നുണ്ടോ? ഓ അവിടെ മൊത്തം. അതെ, ഇനി ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഷൂട്ട്. പുള്ളി ഇനി നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോകണം കേട്ടോ. എല്ലാവരും കൂടെ താഴോട്ട് പോയി. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ബണ്ടുണ്ട്. ബണ്ടിലോട്ടാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. രാജു ചേട്ടാ, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂടെ ചാടുന്ന നല്ല സാധനം ഉണ്ടോ? ഞാനും പോട്ടെ. അങ്ങോട്ടെ കല്ലുകൾ കിടക്കുന്നുണ്ടോ? പാറക്കല്ലുകളൊക്കെ കിടക്കുന്നത്. അത് ഇതിൻ്റെ ബണ്ട് കെട്ടിയതിൻ്റെതായിരിക്കും. പുഴയിൽ പാലം കേട്ടോ. എല്ലാവരും വെള്ളം കുടിക്കുവാണ് കേട്ടോ. റെസ്റ്റിലാണ്. ഞാനും വെള്ളം കുടിച്ച് റെസ്റ്റിലാണ്. താടി വളർന്നു. ഇവിടെ ഒരു ബണ്ടാണ് കേട്ടോ. ചാടാ തോന്നുന്നു, പക്ഷെ അറിയില്ലാതെ ചാടിയാൽ ശരിയാവില്ല. ഓക്കെ, ഇനി ഇവിടെയാണ് ഷോട്ട്. എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഇതിവിടെ കൊണ്ടുവന്നു എന്നാണ് പറയണേ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് മുകളിലോട്ട് കയറിപ്പോണം. ഓക്കെ, കൈ കഴുകട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ചോറ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സൂപ്പർ ഫുഡ്, വെരി ഗുഡ്, നൈസ്. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ചപ്പാത്തി അച്ചാറും അങ്ങനെ പറയല്ലേ. നല്ല ഫുഡ്. മോരും കിട്ടി, ചപ്പാത്തി വിശപ്പിനാഹാരം. എല്ലാരും വെയിറ്റ് കട്ടായോണ്ട് ചപ്പാത്തി 4 നേരം വിത്ത് അച്ചാർ. അല്ലാണ്ട് ചിക്കൻ കഴിക്കും ഇല്ലാത്തോണ്ടല്ല, തരാത്തോണ്ടാ. അല്ലെങ്കിൽ ചിക്കൻ ഇഷ്ടല്ല. അങ്ങാടി കട. സുഹൃത്തുക്കളെ,
പറയല്ലേ അവര് കമന്റ് കേട്ടു. ഓക്കെ സുഹൃത്തുക്കളെ, ഇതെന്താണെന്ന് സുഹൃത്തുക്കളെ, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇവിടെ രാജീവേട്ടൻ്റെ കഴുത്തി കിടക്കുന്ന ഒരു ഉരുവാണ് ഇത്. അട്രാക്ടിങ് അതെ മാലയാണ്. ഞാൻ നമുക്ക് വശീകരിക്കാം. ഇത് ഞാൻ ഇടുവേ ഉറപ്പായിട്ടും. നീ ടെസ്റ്റ് ചെയ്ത് നോക്ക്. കൊച്ചങ്ങനെ ഇപ്പൊ കുതിരനെ വശീകരിക്കുന്നു. അത് ഈ കായിട്ടിട്ടത് 5 തരുമോ വശീകരിക്കാൻ? കണ്ണിപ്പെട്ടില്ലെങ്കിലും ഇവിടെ വരണം. അതെ, മൊത്തത്തിലൊന്ന് വെച്ചിട്ട് ഇതാക്കാൻ പറ്റുമല്ലേ? ശരിയല്ലേ? കിട്ടണ്ടേ? സാജിറ് നാളെ അല്ലേ? ഈ കാണുന്നത് ഏത് ഇലയാണെന്ന് അറിയാവോ? ഇത് വട്ടയിലയാണ് കേട്ടോ. ഇത്രയും വലിപ്പമുള്ള വട്ടയിലൊന്നും ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മുതുക് വട്ടയില. എന്താ സംഭവം? ഇറങ്ങിട്ട് ഒരെണ്ണം എടുക്കണേ. നിന്നെയാ? അതെ, എന്നെ എടുക്കാനല്ല, ഇറങ്ങി പോവും. എല്ലാവർക്കും സപ്പോർട്ട് കൊടുത്തിട്ട് അടുത്തത് ഞാൻ അങ്ങോട്ട് അത് ആരെങ്കിലും എടുത്താൽ മതി. ഇതാ കണ്ടോ എന്റെ ചാട്ടം. ഓക്കെ, ഇത് പ്രോ 9 ഇത് 30. ഇതിലെ കൂടെ ക്യാമറയൊക്കെ വരണ്ടേ? അതെന്താ ഇപ്പഴാ ശരിക്കും ഋഷിയായ. ഇനി ചെറിയ കളികളില്ല. അത് നോക്കിയാ ഒരു ഫോട്ടോ എടുക്കാവോ? നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഋഷിശൃംഗൻ. പണ്ട് ഐസക് ന്യൂട്ടൻ ആപ്പിൾ മരത്തിന്റെ കീഴിൽ നിന്ന് ആപ്പിൾ വീണ പോലെ ഒരാള് ബോധോദയം ഉണ്ടാകുന്നുണ്ട്. തെങ്ങിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. ഇത് തേങ്ങ വീണാനുള്ള ഇതിന് ഇല്ല, തേങ്ങ വീണാനുള്ള അവസ്ഥ. ഷൂട്ട് കാണാൻ വരുന്ന കൊച്ചു കുട്ടികൾ, കുഞ്ഞുമണികള്. എന്താ സംഭവം? ഒന്നുകൂടെ ക്യാമറ കാണാനില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് പാക്കപ്പ് ആയിരിക്കുകയാണ്. നാളെ നമ്മുടെ കളി. ഓക്കെ, രാവിലെ നമ്മുടെ ഷൂ കറക്റ്റ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ലൊക്കേഷൻ്റെ ആദ്യത്തെ ലൊക്കേഷനിലായിരുന്നു ഊരി ഇട്ടിരുന്നത്. അവിടെ പോകണം. ഇനി ആ ചെരുപ്പെടുത്തിടണം. ഇത് ഏതാ വഴി? ഇവിടെ നിന്ന് കുറേ ഉണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ വിളവാരം വന്നതുകൊണ്ട് അറിയത്തില്ല. കാടല്ലേ? കാട് വഴി എന്തൊരു ബുദ്ധിമുട്ടല്ലേ? ചെരുപ്പ് ഇട്ടിട്ട് ഇനി തിരിച്ചു വരണം. ഇത് കണ്ടോ, ലോഡടിക്കുന്ന വണ്ടി. അങ്ങ് താഴെ പോയിട്ട് ചെയിനാണ് കേട്ടോ. അത് അതെ, ബെൽറ്റാ. സംഭവം നല്ല ലോഡ് കൊണ്ടുവരും. കുറച്ച് പെട്രോൾ ആവുന്നേ ഉള്ളു. ഡോർ അടച്ചേക്കാണെന്ന് അറിയത്തില്ല. എൻ്റെ ജാക്കറ്റ് ഇതിനകത്താണ്. അപ്പോൾ നമ്മളൊരു റൗണ്ട് അടിച്ച് ഇനി എത്തി കേട്ടോ. എത്തി ചെരുപ്പിടണം, ജാക്കറ്റ് എടുക്കണം. ഓക്കെ, ഹൈ ഊട്ടായിത്താ.
അവൻ പഠിപ്പിച്ചതാ. 1-2 പഠിച്ചു. നമ്മളിതാ ഇവിടെ നിന്ന് തുടങ്ങിയതാ രാവിലെ. ഒരു റൗണ്ട് അടിച്ച് ആ അതെ ഇവിടെ നിന്ന് തുടങ്ങിയതാ. അപ്പോൾ ഇന്ന് പാക്കറ്റായി. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. പക്ഷേ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ ജാക്കറ്റും എടുത്തു, ഷൂവും എടുത്തിട്ടു. ഇനി അങ്ങ് താഴെ പോകണം. ഇനി വന്ന പരക്കം ഇനി തിരിച്ചു പോകണം. മാസ്റ്ററും ബാക്കിയുള്ളവരൊക്കെ വണ്ടി കയറി ഇരിക്കുകയാണ് കേട്ടോ. നമ്മളൊന്ന് പോയിട്ട് തിരിച്ചു വരെയാണ്. അയ്യാ ഓക്കെ, പാലത്തിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഷൂട്ട് തീർന്ന് ആ വണ്ടിയല്ലേ പോണത്. എൻ്റെ വിളിക്കാക്കൂല, വണ്ടി വളയ്ക്കുവാണ് കേട്ടോ. അതൊക്കെ നമ്മളെ കൊണ്ടുപോകാനാണെന്ന് അറിയത്തില്ല. വണ്ടി ഇവിടെ കിടക്കുവാണ് സുഹൃത്തുക്കളെ. നമുക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളെ കരിമ്പ് ജ്യൂസ് വന്നേക്കുവാണേ. നമ്മള് ഇവിടെ വളരെ തളർന്ന് ടയേർഡായിട്ട് നമ്മളപ്പോ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കുവാണേ. അടച്ച കട തുറന്നു. അടച്ച കട നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഇവിടെ സുഹൃത്തുക്കളെ മാസ്റ്റർ ഈ അരി കൊണ്ടുവരുന്ന പൈസ ഞാൻ കൊടുക്കും. ഇത് തേങ്ങ, ഇതൊന്ന് നോക്കിയിട്ട് അളിയൻ അതും തേങ്ങയാണ്. ഇത് തേങ്ങയല്ലേ? കരിമ്പ് ജ്യൂസ് കാണിച്ചേ. ഇത് നമ്മളവിടെ കിട്ടുന്ന കണക്കല്ല, അടിപൊളി കരിമ്പിൻ ജ്യൂസ്. ഇനി ഒന്നുകൂടെ ഉണ്ടേ. ചോറും തിന്നിട്ടില്ല, ഓട്ടോ ഓടിയ സുക്രുണ്ട് കഴിഞ്ഞിട്ട് തന്നെ സുക്കൂറുണ്ട്. അത് എണ്ണമാണ് വിളിച്ചോ, സുക്കൂറാണ്. കൊള്ളാം. ഇത് ഒരു തരം ഉണ്ട്. കരിമ്പ് കഴിക്കുന്നുണ്ട്. ഇവിടെ അൺലിമിറ്റഡ് ആണ്. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിച്ചു. ഇനി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പായി. പോകാം. അടച്ച കടയായിരുന്നു കേട്ടോ, പറഞ്ഞ് തുറപ്പിച്ച്. ഞാൻ ഇത്രയും കറത്തിട്ടില്ല കേട്ടോ, മേക്കപ്പാണ്. കുട്ടായിത്ത കുട്ടായിത്ത ഇവിടെ എന്തോ മാറ്റി തിരിച്ചൊക്കെ വിടുന്നില്ല. എന്താ പ്രശ്നം? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുണ്ടോ കേട്ടോ. എന്താ കഴിക്കേണ്ടതൊന്നും പ്ലാനില്ല. ഓക്കെ, പറഞ്ഞില്ലേ ഒരു ഹാഫ് അൽഫാം പറഞ്ഞു കേട്ടോ. കൊള്ളാം. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. തീർന്നു. അങ്ങനെ ഗജൻ ഫുഡ് കഴിഞ്ഞു. ഫുഡ് ഗജാൻ്റെ സ്വാമിയുടെ
മനോഹരമായ ആക്രമണം ചെയ്തു. ആളുക വന്നിരിക്കുന്നു. ഒരു ചെങ്ങ ആക്രമണം ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു. നമ്മളങ്ങോട്ട് പോണ വഴിയേ നല്ല ഒടുവും വളവും ഓടും പാമ്പ് പോണോണൊക്കെ ഞാൻ വള വയ്ക്കും. കത്തിയായിട്ട് ഞാൻ വള വയ്ക്കും. ഗ്ലാസ് താത്തിടുവേ. അത് ഡ്രൈവറുടെ റിയാക്ഷൻ ഇതിനായിട്ട് കോൾ ചെയ്തു പറഞ്ഞപ്പോ ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ ഒരു ഫുള്ളും പിന്നെ 2 പീസും പിന്നെ 2 പൊറോട്ട രാജുവേട്ടനെ കൊണ്ടുവന്നൊരു പീസ് ഈ ജാതി അടി അടിച്ചിട്ട് എനിക്ക് ആനക്കുള്ള ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു നിർത്തുന്ന ഈ മാസം അവസാനം. അത് കഴിഞ്ഞിട്ട് ദിവനായിട്ട് വയറ് നോക്കുന്നു. ശരി. ഡ്രൈവറുടെ റിയാക്ഷൻ ഇതെല്ലാം കാണുന്ന ഞാൻ. ഓ സുഹൃത്തുക്കളെ, ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. വയ്യ എന്നെ തള്ളുന്നു വയ്യ, ഒട്ടും വയ്യ. ഞാൻ അവിടെ നിന്ന് വീട്ടിലോട്ട് വിളിക്കട്ടെ. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യണം കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. ടാറ്റാ, ബൈ.